മികച്ച വിജയമാണ് ഇന്ന് രാജസ്ഥാൻ നേടിയത്. 20 റൺസിനാണ് അവർ കളി ജയിച്ചത്. ലക്നൗ ശരിക്കും നാണം കെട്ടു. ഇന്ന് കളി തോറ്റ ശേഷം ക്യാപ്റ്റൻ രാഹുൽ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാഹുൽ മുന്നിൽ നിന്ന് നയിച്ചു, എന്നിട്ടും ലക്നൌവിനെ കളി ജയിക്കാൻ സാധിച്ചില്ല. രാഹുലിന്റെ 50 പാഴായി. അവസാന നിമിഷം വരെ രാഹുൽ പൊരുതി നോക്കി, പക്ഷേ കളി ജയിച്ചില്ല. ഇന്ന് കളി തോറ്റ ശേഷം രാഹുൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഇത് എൻ്റെ ഭാഗത്തെ തെറ്റാണ്. ഞാൻ കുറച്ചും കൂടി ശ്രദ്ധിച്ച് കളിക്കണമായിരുന്നു. അവസാന ഓവറുകളിൽ എൻ്റെ വിക്കറ്റ് പോയി. അതാണ് എനിക്ക് പണിയായത്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ കളി ജയിച്ചേനെ. എതിർഭാഗത്തെ ടീം രാജസ്ഥാനാണെന്ന് ഞങ്ങൾ മറന്നുപോയി. രാജസ്ഥാന്റെ ക്യാപ്റ്റൻ സഞ്ജു ആണ്. സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി എനിക്ക് മികച്ചതായി തോന്നി. അവരുടെ ബൗളേഴ്സ് കാര്യങ്ങൾ കൃത്യമായിട്ടാണ് നിർവഹിച്ചത്. അവസാന നിമിഷം ഞങ്ങൾക്ക് ജയിക്കാമായിരുന്നു, പക്ഷേ ബൗളേഴ്സ് ഞങ്ങൾക്ക് പണി തന്നു. ഞാൻ കുറച്ചും കൂടി നന്നായി കളിക്കണമായിരുന്നു. ഞങ്ങൾക്ക് നല്ലൊരു സ്റ്റാർട്ടിങ് ലഭിച്ചില്ല. അതാണ് പണിയായത്. ബാറ്റിങ്ങിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത മത്സരത്തിൽ നല്ല കളി കാഴ്ചവെച്ച് ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് രാഹുൽ വ്യക്തമാക്കി. ശരിക്കും രാജസ്ഥാൻ അർഹിച്ച വിജയമായിരുന്നു ഇന്നത്തേത്. സഞ്ജു കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. സഞ്ജു ഒരു മികച്ച ക്യാപ്റ്റനാണെന്ന് ഇന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ബൗളേഴ്സിനെ മാറ്റിക്കൊണ്ടുവരുന്നതിൽ സഞ്ജു വിജയിച്ചിരിക്കുകയാണ്. അവസാന നിമിഷം രാഹുലും നിക്കോളാസ് പൂരനുമായിരുന്നു രാജസ്ഥാന്റെ പേടി സ്വപ്നം. എന്നാൽ രാഹുലിനെ കറക്റ്റ് സമയത്ത് സഞ്ജു പുറത്താക്കി. സ്റ്റോയിനിസ് എല്ലാം വന്നതും പോയതും വേഗത്തിലായിരുന്നു. ശരിക്കും ലക്നൌവിനെ കളി ജയിക്കാമായിരുന്നു. എന്നാൽ രാജസ്ഥാൻ കളി വിട്ടുകൊടുത്തില്ല. ഇന്ന് രാജസ്ഥാൻ കളി ജയിച്ചതിൽ പ്രധാന പങ്കത് സഞ്ജുവിനാണ്. സഞ്ജുവിന്റെ ബാറ്റിംഗ് ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കളി തോറ്റേനെ. 82 റൺസാണ് സഞ്ജു ഒറ്റയ്ക്ക് നിന്ന് അടിച്ചു കൂട്ടിയത്. ബാറ്റിംഗിലായാലും ക്യാപ്റ്റൻസിയിലായാലും സഞ്ജു ടീമിനെ മുന്നിൽ നയിച്ചു. സഞ്ജുവാണ് രാജസ്ഥാന്റെ വിജയശില്പി. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.